തൃക്കരിപ്പൂരിലെ നിർദ്ദിഷ്ട റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി പുരോഗതി സംബന്ധിച്ച് RBDCക്ക് ഉദ്യോഗസ്ഥർ റെയിൽവേ കർമ്മസമിതിയുമായി വിശദമായ ചർച്ച നടത്തി. വെള്ളാപ്പ് മേൽപ്പാലം ആദ്യം തയ്യാറാക്കിയ ഔദ്യോഗിക അലൈൻമെന്റ് പ്രകാരം തന്നെ മുന്നോട്ടു പോകാൻ യോഗത്തിൽ സംയുക്തമായി തീരുമാനിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. LC 265 ബീരിച്ചേരി മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനായുള്ള അന്തിമ അനുമതി റെയിൽവേയിൽ നിന്നും ലഭ്യമായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു. നിലവിൽ പദ്ധതിക്കായുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. LC 266 വെള്ളാപ്പ് മേൽപ്പാലത്തിന്റെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥർ കർമ്മസമിതിയുമായി ചർച്ച ചെയ്യുകയും ചില ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. RBDCക്ക് അധികൃതർ വളരെ താല്പര്യത്തോടുകൂടിയാണ് തൃക്കരിപ്പൂരിലെ 2 റെയിൽവേ ഗേറ്റുകളുടെയും പുരോഗതിയെ സംബന്ധിച്ച് വിലയിരുത്തുന്നത്. ബീരിച്ചേരിയെ സംബന്ധിച്ച് ഒരു ആശങ്കകളും നിലവിലില്ല. LC 265 ബീരിച്ചേരി മേൽപ്പാലം അതിൻ്റെ അന്തിമ അനുമതി വരെ ലഭ്യമായി കഴിഞ്ഞു. ഇനി സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികളുമായി RBDCക്ക് അധികൃതർ മുന്നോട്ട് പോവുകയാണ്. വെള്ളാപ്പ് 266 LC 266 വെള്ളാപ്പ് മേൽപ്പാലത്തിൻ്റെതാണ് ചില തടസ്സങ്ങൾ നിൽക്കുന്നത്. അത് എങ്ങനെ ആ മേൽപ്പാലം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള സംബന്ധിച്ച് ഒരു ചർച്ചകളാണ് നടന്നു വരുന്നത്. എന്തായാലും ഇന്ന് അവർ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. ഒരു സൈറ്റ് ഇൻസ്പെക്ഷനോട് കൂടിയിട്ട് ഒരു ഫൈനൽ അലൈൻമെന്റിലേക്ക് എത്തിച്ചേരുകയും വെള്ളാപ്പ് മേൽപ്പാലത്തിൻ്റെയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. തുടർന്ന് ഉദ്യോഗസ്ഥരും കർമ്മസമിതി അംഗങ്ങളും നിർദ്ദിഷ്ട മേൽപ്പാലം നിർമ്മിക്കുന്ന സ്ഥലം നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വിശദമായ പരിശോധനകൾക്കൊടുവിൽ RBDCക്ക് അധികൃതർ ആദ്യം തയ്യാറാക്കിയ ഔദ്യോഗിക അലൈൻമെന്റ് പ്രകാരം തന്നെ മുന്നോട്ട് പോകാൻ യോഗത്തിൽ സംയുക്തമായി തീരുമാനിച്ചു. ഇന്നിവിടെ വെച്ച് തൃക്കരിപ്പൂർ പഞ്ചായത്തിൻ്റെ റെയിൽവേൻ്റെ കർമ്മസമിതിയാണ് നടന്നിട്ടുള്ളത്. RBDC വന്നു. ബീരിച്ചേരിൻ്റെ ഫൈനൽ അപ്രൂവൽ ആയിട്ടുണ്ട്. വെള്ളാപ്പിൻ്റെ മാത്രമാണ് കുറച്ച് ആശങ്കയിലുള്ളത്. അതും പരിഹരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള നടപടികളുമായി നമ്മളെല്ലാവരും മുന്നോട്ട് പോകും. RBDCക്ക് കണ്ണൂർ പ്രൊജക്ട് എഞ്ചിനീയർ അനിൽകുമാർ, കോഴിക്കോട് ഓഫീസിലെ സീനിയർ മാനേജർ അനീഷ് കുമാർ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, കർമ്മസമിതി വർക്കിംഗ് ചെയർമാൻ VK ബാവ, കൺവീനർ ജയചന്ദ്രൻ, കർമ്മസമിതി അംഗങ്ങളായ ഡോക്ടർ VPP മുസ്തഫ, മനു, സത്താർ വടക്കമ്പാട്, രവി, രജീഷ് ബാബു, TS നജീബ്, ഫായിസ് ബീരിച്ചേരി, K പത്മനാഭൻ, രാജേഷ്, രാമചന്ദ്രൻ, ഷിബിൻ ഒളവറ, ബിജീഷ്, MV സുകുമാരൻ, സജേഷ്, ഹാഷിം കാരോളം എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.